അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കിങ്ങിന് കയറുമ്പോൾ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചാലോ എന്ന്. അല്ലെങ്കിൽ സാധാരണ ഞാൻ കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് സമയം പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ട് എന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഉച്ചയൊക്കെ ആയി, ഏകദേശം 2 മണി 3 മണി ആയപ്പം ഞാൻ എന്നാൽ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. അതുവരെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. ഇരുന്ന് മൊബൈലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളഞ്ഞു. അതിനുശേഷം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടവും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ സാധാരണ കുക്കിങ്ങിന് കയറാറുള്ളൂ. ചിലവർ അങ്ങനെ ആയിരിക്കാം, ചിലവർ എന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. എങ്ങനെയുള്ളവരാണ് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മനസ്സിനൊരു തൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുക്കിങ്ങിന് കയറാറുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീനിങ് ഉണ്ടാവും, പിന്നെയും എല്ലാം ഉണ്ടാവുമല്ലോ, പാത്രം കഴുകാനുണ്ടാവും. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് ഞാൻ കയറാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും എൻ്റെ മെയിൻ പ്രശ്നം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ 1 2 3 4 ഇങ്ങനെ ചുരുങ്ങിയത് ഇത്രയെങ്കിലും കറി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ മത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെട്ടി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയൊക്കെ നേരത്തെ വെച്ചു, സമയത്തിനനുസരിച്ച് എല്ലാം ഒരുവിധം സെറ്റപ്പാക്കി നേരത്തെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മത്തി പീരയും വെക്കാം, ഒന്ന് മത്തി കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മത്തി പീര വയ്ക്കാൻ വേണ്ടി ഞാൻ സ്വല്പം നമ്മുടെ കാന്താരി ഉണക്കിയതുണ്ടായിരുന്നു, അതൊന്ന് മേടിച്ച്. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലെ കാന്താരിയുടെ അത്ര എരിവൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തായാലും ഞാൻ കുറേ കൊട്ടിയിട്ടായിരുന്നു, പക്ഷേ എനിക്കത് എരിവൊന്നും തോന്നിയില്ല. പക്ഷേങ്കിൽ ഞാൻ വെച്ച മീൻകറി ഉണ്ടല്ലോ, മാങ്ങയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും എങ്ങനെ വെക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വെച്ചത് സാധാരണ രീതിയിൽ എല്ലാം വഴറ്റിയിട്ടാണ് ചേർത്തത്. ചിലവർ എല്ലാം കൂടെ കൈയിട്ട് തിരുമ്മിയിട്ട് വെക്കുന്നത് കാണാം. പക്ഷേ ഞാൻ അതൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ മാങ്ങയിട്ട് കറി വെച്ചത്. മറ്റേതും ചിലവരും എല്ലാം തിരുമ്മിയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വഴറ്റിയിട്ടാണ് എല്ലാം ചേർത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചല്ല ചതച്ച് ചേർക്കും. അങ്ങനെയാണ് ഞാൻ മീൻ പീര വെച്ചത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഉണക്കപ്പയർ വെള്ളപ്പയറുണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടായിരുന്നു. അത് എളുപ്പമാണല്ലോ അതും കറി വെക്കാൻ വേണ്ടിയിട്ട്. അത് കറിയല്ല, അത് തോരനായിട്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെ ഓൾറെഡി 2 കറി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആരും വിചാരിക്കരുത് ഓവറാണല്ലോ ഈ പെണ്ണിൻ്റെ കറിയും കൂട്ടാനും എന്നൊക്കെ വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് വെക്കണം. എനിക്ക് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കറിയാം കേട്ടോ. 1 2 ഒക്കെ മാക്സിമം വെക്കാറുള്ളൂ. പക്ഷേങ്കിൽ എനിക്കിങ്ങനൊരു സംഭവമുണ്ട്. കിച്ചണിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 ഇത്രയും കറി എങ്ങനെ വെച്ചാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ, എനിക്ക് അതിന് ഇറങ്ങാൻ പറ്റുള്ളൂ. മാക്സിമം നോക്കൂ കേട്ടോ. പറ്റുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ. പറ്റാത്ത സമയമുണ്ടെങ്കിൽ ഞാനത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഞാൻ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ഷീണമാണെങ്കിൽ ഒന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ടൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിതെല്ലാം എക്സ്ട്രാ നേരത്തെ തന്നെ ഇങ്ങനെ കറി ഉണ്ടാക്കി വെക്കാറുള്ളത്. അത് അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. നിങ്ങളെല്ലാവരും അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാവോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ മീനിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വാഷ് ചെയ്യാൻ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കൂടെ ക്ലീനിങ് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തലേദിവസം അപ്പോൾ ഈ മത്തി വെട്ടി കിട്ടിയതായതുകൊണ്ട് വേറെ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അത് വെട്ടിയിട്ട് കറി വെക്കാനോ അല്ലെങ്കിൽ വറക്കാനോ സമയം കളയുന്നില്ല, അത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിറ്റേ ദിവസം പിന്നെ എപ്പോഴെങ്കിലും ഓൾറെഡി കറിയുണ്ട്, പിന്നെ പീരയുണ്ട്, വേറെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് വെട്ടി നമുക്ക് വേറെ ഫ്രിഡ്ജ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അയല വെട്ടാമെന്ന് വിചാരിച്ച് അത് വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കഴിക്കാനും വേണമല്ലോ. എല്ലാം നേരത്തെ വെച്ച് വെക്കുകയാണെങ്കിൽ അതൊരു സമാധാനമല്ലേ. എനിക്കത് മാക്സിമം നേരത്തെ വെക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വിചാരിച്ചു നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക്, അതാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളും, അല്ലാത്തൊരു ചോറ് കഴിക്കും. പിന്നെ ചപ്പാത്തി. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഓപ്ഷനുകൾ. ചപ്പാത്തി ആയിരിക്കും മിക്കവാറും തന്നെ. അപ്പോൾ അന്ന് മധുരക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് ഞാൻ വെള്ളത്തിൽ ഇട്ടു. അതൊരു സൈഡിൽ അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കയറി. മീനൊക്കെ വെട്ടി അപ്പം മീനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുകയാണ് നല്ല ഫ്രഷാണ് അല്ലേ, അതിനകത്ത് നല്ല ബ്ലഡൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ഫ്രഷൊന്നും ആയിരുന്നില്ല കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമില്ല. അയിലൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രോസൺ അല്ല, സാധാരണ നമുക്ക് ഇവിടുന്ന് അങ്ങനെ മേടിച്ച് കിട്ടിയതാണ്, ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയതാണ്. പക്ഷേങ്കിൽ ഫ്രഷ് അല്ല.
എന്തായാലും 2-3 ദിവസം പഴക്കമുണ്ട്. എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും വേണ്ടില്ല, കുറേ നാളായി മീൻ ഇത് കഴിച്ചതുകൊണ്ട് തന്നെ അതും വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും വറക്കാനോ അല്ലെങ്കിൽ കറി വയ്ക്കാനോ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നമ്മുടെ പയറാണ്, അതും ഒരടി അടിച്ചു. പിന്നെ പയർ വലുത്തുക അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ബാക്കി പിന്നെ ഏകദേശം പണികളൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരുവിധം എല്ലാം ഒതുങ്ങി തീർന്നു എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പണികളെല്ലാം ഒതുക്കി എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.